Let's discuss one more problem. A square and an equilateral triangle of sides twice as long are cut and the pieces are rearranged to form a trapezium as shown below. If the sides of the square is 2 cm, what are the perimeter and area of the trapezium? All of you read the question very carefully and tell me what you have understood. നിങ്ങളുടെ ഒരു സ്ക്വയറും ഉണ്ട്, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളും ഉണ്ട്. അതിന് ഒരു പ്രത്യേകത കൂടെ പറയുന്നുണ്ട്. A square and an equilateral triangle of sides twice as long. ആരുടെ ട്വൈസ് ആയിരിക്കും? സ്ക്വയറിന്റെ സൈഡിന്റെ ട്വൈസ് ആണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ്. അങ്ങനെയാണ് ആ ചോദ്യം വായിക്കേണ്ടത്. അപ്പം തെറ്റിപ്പോവരുത്. നിങ്ങൾക്ക് ഫിഗർ ഒന്ന് അനലൈസ് ചെയ്താലും കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി അതെന്ത് ചെയ്തു? കട്ട് ചെയ്തു. നിങ്ങൾക്ക് പിക്ചർ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് പീസസ് ആർ റീഅറേഞ്ച്ഡ് ടു ഫോം എ ട്രപ്പീസിയം. ഇതെല്ലാം കൂടി റീഅറേഞ്ച് ചെയ്ത് അവരൊരു ട്രപ്പീസിയം ഉണ്ടാക്കി. ഇനി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇഫ് ദ സൈഡ്സ് ഓഫ് സ്ക്വയർ ഇസ് 2 cm, സ്ക്വയറിന്റെ സൈഡ്സ് 2 cm ആണ് തന്നിട്ടുണ്ട്. വി നീഡ് ടു ഫൈൻഡ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ട്രപ്പീസിയം. അപ്പം ആദ്യം ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ട്രപ്പീസിയം ആണല്ലോ. പെരിമീറ്റർ ഓഫ് ട്രപ്പീസിയം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്ക് എല്ലാ സൈഡും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. വാട്ട് അബൌട്ട് ഏരിയ? നമ്മൾ 8ാം ക്ലാസ്സിൽ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ ഏരിയ എന്താന്ന് ഓർക്കുന്നുണ്ടോ? ചിലരൊക്കെ പറഞ്ഞു അത് കറക്റ്റ് ആണ്. ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു, ബാക്കി കംപ്ലീറ്റ് ചെയ്തേ, ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു ഹൈറ്റ്. ഇതിൽ സം ഓഫ് പാരലൽ സൈഡ്സ് ഏതാ? കറക്റ്റ് ആണ്. ഇത് രണ്ടുമാണ് നമ്മുടെ പാരലൽ സൈഡ്സ് അല്ലേ? ഇതും ഇതും. ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഏതാ? ഈ ലെങ്താണ് ഹൈറ്റ്. അപ്പൊ ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് ഏരിയ കിട്ടും. പെരിമീറ്റർ കിട്ടാൻ വേണ്ടി നമുക്ക് ചുറ്റുമുള്ള എല്ലാ ലെങ്തും വേണം. അപ്പൊ നോക്കി എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? ആദ്യം എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഈ സ്ക്വയറിനെ 2 പീസ് ആക്കിയാണല്ലോ ഈ അറ്റത്ത് വെച്ചിരിക്കുന്നത്. അതെ. ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ ഒന്ന് അറേഞ്ച് ചെയ്താണല്ലോ ഈ നടുക്കത്തെ റെക്ടാങ്കിൾ വന്നിരിക്കുന്നത്. അതെ. അപ്പൊ ഇനി ഒന്ന് പറഞ്ഞേ, നമുക്ക് റെക്ടാങ്കിളിന്റെ എന്തൊക്കെ വേണം? ലെങ്ത് വേണം, ബ്രെഡ്ത്ത് വേണം. പിന്നെ ട്രയാങ്കിളിലേക്ക് വരുമ്പോൾ എന്തൊക്കെ വേണം? ട്രയാങ്കിളിന്റെ ഹൈറ്റ് വേണം, ബേസ് വേണം, ഹൈപ്പോട്ടനസ് വേണം അല്ലേ? അതെ. അപ്പൊ നമുക്ക് തുടങ്ങിയേക്കാം. എവിടുന്നാ തുടങ്ങുന്നേ? ദ ട്രപ്പീസിയം ഈസ് ഐസോസിലസ്. എന്തുകൊണ്ടാ ഐസോസിലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ 2 നോൺ പാരലൽ സൈഡ്സ് കണ്ടോ? ഈ സൈഡിൽ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന ഈ 2 സൈഡ്സ്, ആ 2 സൈഡ്സും ഈക്വൽ അല്ലേ? കാരണം ഇത് സ്ക്വയർ ആണ്. സ്ക്വയറിനെ കട്ട് ചെയ്താ വെച്ചിരിക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ട് ആ 2 സൈഡ്സ് ഈക്വലാ. അതുകൊണ്ട് ഈ ട്രപ്പീസിയം ഐസോസിലസ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഐസോസിലസ് ആണെങ്കിൽ ആ 2 വശങ്ങളുടെ പ്രത്യേകത എന്തായിരിക്കും? കറക്റ്റ്, ഈക്വൽ ആയിരിക്കും. അതായത് നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഓക്കെ. ഇനി ടു ഫൈൻഡ് ദ പെരിമീറ്റർ വാട്ട് വി നീഡ്? വി നീഡ് ഓൾ ദ സൈഡ്സ് അല്ലെ? താഴത്തെ എല്ലാം, അതായത് ഈ 3 സൈഡ്സ് റെക്ടാങ്കിളിന്റെ വേണം, ഈ 2 സ്ക്വയറിന്റെ ബേസ് വേണം, പിന്നെ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് വേണം. അങ്ങനെ എല്ലാം വേണം പെരിമീറ്റർ കണ്ടുപിടിക്കാൻ. ഇനി ചോദിക്കട്ടെ, the diagonal of the square, as you can see the diagonal of the square ട്രപ്പീസിലേക്ക് വന്നപ്പോൾ അത് എന്തായി മാറി? ട്രപ്പീസിന്റെ ആരായി മാറി? നോൺ പാരലൽ സൈഡ്സ് ആയിട്ട് മാറി അല്ലേ? അതേപോലെ ഹൈറ്റ് ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, ട്രയാങ്കിൾ ഇക്വലാറ്ററൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഹൈറ്റ് എന്തായിട്ട് മാറി? നോക്കിയേ, നല്ലോണം ഒന്ന് നോക്കിയേ. കറക്റ്റ്, പാരലൽ സൈഡ്സ് ഓഫ് ട്രപ്പീസി ആയിട്ട് മാറി അല്ലേ? ഇത് ചെരിച്ചു വെക്കുമ്പോഴേ ഇത് കിട്ടുന്നത്. അപ്പം ഇക്വലാറ്ററൽ ട്രയാങ്കിളുടെ ഹൈറ്റ് നോൺ ട്രപ്പീസിന്റെ പാരലൽ സൈഡ് ആയിട്ട് മാറി. ഇനി നമുക്ക് സ്ക്വയറിൽ തുടങ്ങിയേക്കാം. കാരണം സ്ക്വയറിനെ ആണല്ലോ നമ്മൾ 2 പീസാക്കി വെട്ടിമുറിച്ച് സൈഡിൽ വെച്ചിരിക്കുന്നത്. അപ്പം അതിനകത്തും നമുക്ക് ബാക്കി സൈഡ്സ് കിട്ടുമോ നോക്കാം. ഇനി നമ്മൾ ആ സ്ക്വയറിനെ ഇച്ചിരി ഒന്ന് വലുതാക്കി നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി അതിന് നമ്മൾ പേര് കൊടുത്തു ABCD എന്ന്.
ഇനി നോക്കിക്കേ. In square ABCD, what is each side? Look at the question and tell me what is length of each side. Correct. 2 meter ആണ്. That is AB is 2 meter, AD is 2 meter, and CD is 2 meter, and BC is 2 meter. എല്ലാ സൈഡും 2 meter ആണ് കിട്ടി. ഓക്കെ. അടുത്തത്. ഇനി ഈ സ്ക്വയറിനെ രണ്ട് ഈക്വൽ ആക്കി കട്ട് ചെയ്തപ്പോൾ ഈ രണ്ട് സ്ക്വയർസ് എന്തായിട്ടാ മാറിയേ? വെരി ഗുഡ്. രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് ആയിട്ട് മാറി അല്ലേ? ആൻഡ് ഹിയർ ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഓക്കെ, അത് കറക്റ്റ് ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഈ റൈറ്റ് ട്രയാങ്കിളിലെ എടുത്ത് നോക്കുമ്പോൾ ഇൻ ട്രയാങ്കിൾ ABD, അതിന്റെ പേര് അതാണല്ലോ. എന്തൊക്കെ നിങ്ങൾക്ക് അറിയാം? AB എന്ന് പറഞ്ഞാൽ ബേസ് ആയിട്ട് വരും, അത് 2 meter ആണ്. അടുത്ത AD എന്തായിട്ട് വരും? ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആയിട്ട് വരും, അതും എത്രയാ? 2 meter ആണ്. ആൻഡ് വാട്ട് ഈസ് ദ തേർഡ് സൈഡ്? BD. ആൻഡ് വാട്ട് ഈസ് ദാറ്റ്? ഹൈപ്പോട്ടന്യൂസ്. ആൻഡ് ദ ലെങ്ത് ഈസ് we don't know. Okay. And how will you find this? Again by using Pythagoras theorem. And by Pythagoras theorem, what you can say? Hypotenuse square equal to base square plus height square. And so hypotenuse square equal to, very good, 2 square plus 2 square. And what is that? 2 square is 4. So the next step is 4 plus 4. And what is that? 8. And so we got hypotenuse square as 8. So what will be hypotenuse? Square root of 8. And we know how to simplify this, isn't it? Yes. എങ്ങനെയാണ് പറഞ്ഞത്? എങ്ങനെയാ സ്ക്വയർ റൂട്ട് ഓഫ് 8 എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യാൻ പോകുന്നത്? കറക്റ്റ്. സ്ക്വയർ റൂട്ട് ഓഫ് 4 into 2. ഒരെണ്ണം ഒരു പെർഫെക്റ്റ് സ്ക്വയറും ഒരെണ്ണം സാധാ നമ്പറുമായിട്ട് വരുന്ന രീതി വേണം സ്പ്ലിറ്റ് ചെയ്യാൻ. ഇനി ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പഠിച്ചിരിക്കുന്നത്? ഇതേത് ഫോമിൽ ഇപ്പം ഇത് കിടക്കുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞ ഫോമിലല്ലേ? എനിക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് വൈ എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പം നോക്കിക്കേ, എന്ത് കിട്ടും? 2√2 അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നത് 2 ആണ്. ഇപ്പം 2√2 centimeter എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഇപ്പം 2√2 കിട്ടിയല്ലോ, കിട്ടി. അപ്പം ഇനി നല്ല ചോദിക്കേ, നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ ആരായിരുന്നു? അല്ലെങ്കിൽ നമ്മുടെ സ്ക്വയറിന്റെ ആരായിരുന്നു? ഹൈപ്പോട്ടന്യൂസ് ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ ABD എന്ന് പറയുന്നത് സ്ക്വയറിന്റെ ആരായിട്ട് വരുന്നു? സ്ക്വയറിന്റെ ഡയഗണൽ ലെങ്ത് ആയിട്ട് വരും അല്ലേ? അതാണ് നമുക്ക് കിട്ടിയ ഈ 2√2 centimeter എന്ന് പറയുന്നത്. ഇനി ഈ ട്രപ്പീസിലേക്ക് ശരിക്കും ഒന്ന് നോക്കിയേ. ഇപ്പം കിട്ടിയ ഈ 2√2 എന്ന് പറഞ്ഞ ആള് ട്രപ്പീസിയത്തിന്റെ എന്താണ്? 2√2 ആണെന്നൊന്ന് തൊട്ട് കാണിച്ചേ. ഈ ട്രപ്പീസിൽ ഏത് ഭാഗമായിരിക്കും 2√2? ഈ ലൈൻ അല്ലേ? ഈ സൈഡാണ് നമുക്ക് കിട്ടിയ 2√2. അത് നമുക്ക് എത്രയാന്ന് കിട്ടി? അല്ലെങ്കിൽ അതിന്റെ പേരെന്താ? ട്രപ്പീസിലേക്ക് വരുമ്പോൾ അതിന്റെ പേരെന്താ? നോൺ പാരലൽ സൈഡ്സ്. സോ ദ ലെങ്ത് ഓഫ് നോൺ പാരലൽ സൈഡ്സ് ഓഫ് ട്രപ്പീസിയം ഈസ് 2√2 centimeter. Isn't it? അപ്പം നോക്കിയേ, നമുക്ക് സ്ക്വയർ നന്നായിട്ട് അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് ട്രപ്പീസിയത്തിന്റെ നോൺ പാരലൽ സൈഡ്സ് കിട്ടി. ഇനി നമുക്ക് എന്തൊക്കെയാ റിമൈനിങ്? പാരലൽ സൈഡ്സ് കിട്ടണം അല്ലേ? സോ നമുക്കത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഇക്വലാറ്റർ ട്രയാങ്കിൾസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇക്വലാറ്റർ ട്രയാങ്കിൾ തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഉണ്ടായിരുന്നു. ഞാൻ അതിനെ കയറി PQR എന്നങ്ങ് വിളിച്ചു. ആൻഡ് ആസ് ഇറ്റ് ഈസ് കട്ട് ഇൻ ടു ഈക്വൽ ഹാഫ്, ഐ ഹാവ് given the name S to the point to which it is cut. And what is the speciality of this PQR? Or what kind of triangle is this? Equilateral triangle. Very good. Now my question is, what is the side of this equilateral triangle? ചോദ്യം ഒന്നുകൂടെ പോയി നോക്കിയാൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡ് എന്ന്. നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തായിരുന്നു. സ്ക്വയറിന്റെ സൈഡിന്റെ ട്വൈസ് ആണ് ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡ്. തന്നിട്ടുണ്ടല്ലോ, ഉണ്ട്. So my question is, what will be one side of triangle PQR? Correct. Twice the side of the square. And what is this twice means? 2 times. So 2 into one side of square, isn't it? And what is this? 2 into 2.
and we get it as 4 because one side of square is 2. Okay, so we got each side of triangle PQR as 4 centimeter. So what can you say about the sides? The name of the sides are PQ, QR and PR. We got this as 4 centimeter. Very good. Now, ഇനി നോക്കിക്കേ, നമ്മൾ ഈ RS എങ്ങനെയാ ഉണ്ടാക്കിയത്? അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കിട്ടി. അപ്പൊ ഈക്വൽ ആയിട്ടാണല്ലോ കട്ട് ചെയ്തത്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ലെങ്ത് ഓഫ് ദിസ് PS and SQ? PS and SQ എന്തായിരിക്കും ലെങ്ത് പറയാവോ? ഈക്വൽ ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. സോ each of this will be PS equal to SQ equal to half of 4 centimeter, that is 2 centimeter. അല്ലേ? മൊത്തം 4 ആണ്. അപ്പം ഓരോന്നും 2 centimeter വെച്ച് വരും. ഇനി ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ പ്രത്യേകത എന്താ? രണ്ടും റൈറ്റ് ട്രയാങ്കിൾസ് ആണ്. ആണല്ലോ? അതെ. ഓക്കെ, രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് ആണ്, സമ്മതിച്ചു. ഇനി പറഞ്ഞേ, ഇപ്പൊ 3 സൈഡും 4 എന്ന് വെച്ച് കിട്ടി, ഓരോന്നും 2 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഫസ്റ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തേ. ട്രയാങ്കിൾ PSR നമ്മളെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ബേസ് ഉണ്ട് അല്ലെ? സോ ബേസ് ഈസ് PS ആൻഡ് ദാറ്റ് ഈസ് 2 centimeter. അടുത്ത എന്നാ ഉണ്ട്? ഹൈപ്പോട്ടന്യൂസ് ഉണ്ട്. അതിന്റെ സൈഡ് RP, അത് എത്രയാ? 4 centimeter. And the third side is height or height, and that is RS. And what is this height? We don't know. And how will you find this? Using Pythagoras theorem. That is, by Pythagoras theorem, hypotenuse square equal to base square plus height square. That is, എന്താ ബേസ്? 2. എന്താ ഹൈറ്റ്? അറിയില്ല. ഹൈപ്പോട്ടന്യൂസ് 4. ഇപ്പൊ എല്ലാം ഒന്ന് റീപ്ലേസ് ചെയ്തേ. എന്ത് കിട്ടും? 4 square equal to 2 square plus height square. On rearranging, what will be height square? Correct. 4 square minus 2 square. And that is 16 minus 4. That is 12. So, height square 12 എന്ന് കിട്ടി. അപ്പൊ height എത്രയായിരിക്കും? Square root of 12 ആയിരിക്കും. അതിനെങ്ങനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുന്നേ? സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം? ഒരെണ്ണം ഒരു പെർഫെക്റ്റ് നമ്പർ ആയിട്ടും അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടും മറ്റേത് സാധാരണ നമ്പർ ആയിട്ടും. അപ്പൊ എന്ത് വരും? സ്ക്വയർ റൂട്ട് ഓഫ് 4 into 3. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തതിനെ? കറക്റ്റാ. സ്ക്വയർ റൂട്ട് ഓഫ് 4 into സ്ക്വയർ റൂട്ട് ഓഫ് 3 എന്ത് കിട്ടും? 2√3 എന്ന് കിട്ടും അല്ലേ? അത് തന്നെയാണ് എല്ലാവർക്കും കിട്ടിയത്. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് 4 into സ്ക്വയർ റൂട്ട് ഓഫ് 3 ദാറ്റ് ഈസ് 2√3 centimeter എന്ന് കിട്ടി. അപ്പൊ നോക്കിയാൽ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് 2√3 centimeter എന്ന് കിട്ടി. അപ്പൊ ഹൈറ്റ് ഓഫ് ട്രയാങ്കിൾ PRC ഈസ് ഹൈറ്റ് ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണല്ലോ? അതിനാർക്ക് സംശയമില്ലല്ലോ. ഓക്കെ, അതാണ് ഈ കിട്ടിയ 2√3 centimeter. അപ്പൊ നമ്മള് സ്ക്വയർ അനലൈസ് ചെയ്തു, ഇക്വലാറ്റർ ട്രയാങ്കിൾ അനലൈസ് ചെയ്തു, നമുക്ക് കുറച്ചേറെ സൈഡ്സ് കിട്ടി. ഇനി സൈഡ്സ് ഈ ട്രപ്പീസിന്റെ ആരൊക്കെ ആയിട്ട് വരുമോ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ സ്ക്വയറിനെ കട്ട് ചെയ്താണല്ലോ ഈ രണ്ട് സൈഡ്സ് ഉണ്ടായിരിക്കുന്നത്. ഈ രണ്ട് ട്രയാങ്കിൾസ് ജോയിൻ ചെയ്താണ് നോൺ പാരലൽ സൈഡ്സ് ഉണ്ടാക്കിയിരിക്കുക. അപ്പൊ അതിന്റെ ലെങ്ത് ഏതൊക്കെയാന്ന് പറഞ്ഞേ? സ്ക്വയറിന്റെ സൈഡ് 2 meter ആയിരുന്നു അല്ലെ? അപ്പൊ ഈ ലെങ്ത് എത്രയാ? 2 meter. ഇത് എത്രയാ? 2 meter. ഇതും 2, ഇതും 2. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരുന്ന ഈ സൈഡ് എത്രയാന്ന് പറഞ്ഞേ? ഇത് രണ്ടും 2√2 നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു അല്ലെ? അത് കിട്ടി. അടുത്ത ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ കട്ട് ചെയ്യാനാണല്ലോ ഈ നടുക്കത്തെ റെക്ടാങ്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഡയഗണൽ, ഈ റെക്ടാങ്കിൾ ഡയഗണൽ ലെങ്ത് എത്രയാ? ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരും. അത് 4 ആയിരുന്നു. കാൽക്കുലേഷനോട് നമുക്ക് ഈ ഹൈറ്റ്, ഈ മേളത്തെ ഹൈറ്റ് എത്ര കിട്ടി? അല്ലെങ്കിൽ ലെങ്ത് എത്ര കിട്ടി? 2√3 എന്ന് കിട്ടി. താഴത്തെ എത്ര കിട്ടി? 2√3 എന്ന് കിട്ടി. അപ്പൊ നോക്കിയാൽ നമുക്കിപ്പം ഈ ട്രപ്പീസിന്റെ എല്ലാ സൈഡ്സും അറിയാം അല്ലെ? അങ്ങനെയാണെങ്കിൽ നോക്കി പറഞ്ഞേ, എന്താണ് പാരലൽ സൈഡ് ഓഫ് ട്രപ്പീസിയം? അതായത് ടോപ്പ് സൈഡ് എത്രയാ? 2√3 centimeter. ഗുഡ്. വാട്ട് അബൌട്ട് ദ ബോട്ടം സൈഡ് ഓഫ് ട്രപ്പീസിയം? ഈ ബോട്ടം സൈഡ് എന്ന് പറയുമ്പോൾ ഫുള്ള് വേണമല്ലോ. അപ്പൊ അത് എത്രയായിട്ട് വരും? 2 + 2√3 + 2 അല്ലെ?
So on adding what you get? 2 plus 2 4. 4 plus 2 root 3 is 4 plus 2 root 3. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടം സൈഡ് ഓഫ് ട്രപ്പീസിയം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി നമുക്കിപ്പോൾ ട്രപ്പീസിന്റെ എല്ലാ വശങ്ങളും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഫൈൻഡ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ട്രപ്പീസിയം. ഹൗ വിൽ യു ഫൈൻഡ് ദ പെരിമീറ്റർ? ആഡിങ് ഓൾ ദ സൈഡ്സ്. അപ്പോൾ ആഡിങ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ നിങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്നത്? കറക്റ്റാ, ബോട്ടം സൈഡ് ഫുൾ ആഡ് ചെയ്യണം. പിന്നെ 2 root 2, 2 root 3, 2 root 2. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണല്ലോ പെരിമീറ്റർ കിട്ടുന്നത്. സോ 4 പ്ലസ് 2 root 3 പ്ലസ് 2 root 2 പ്ലസ് 2 root 3 പ്ലസ് 2 root 2. ഓക്കെ. സോ റീഅറേഞ്ചിങ് എന്ത് കിട്ടും? 4 നമുക്കൊന്നും ചെയ്യാനില്ല. നിങ്ങൾക്കൊരു 2 root 3 ഉണ്ട്, വേറൊരു 2 root 3 ഉണ്ട്. ഓൺ ആഡിങ് 2 root 3 പ്ലസ് 2 root 3, what we get? 4 root 3. And on adding 2 root 3 plus next 2 root 3, what we get? 4 root 3. സംശയമുള്ളവർ നോക്കിയേ. ഇപ്പൊ നമുക്ക് 2 root 2 plus 2 root 2 ആണ് ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇതിനകത്ത് കോമൺ ആയിട്ട് 2 എടുക്കാമല്ലോ. മിച്ചം എന്നാ ഉണ്ട്? സോറി, root 2 കോമൺ എടുക്കാം. മിച്ചം എന്നാ ഉണ്ട്? 2 plus 2. 2 കോമൺ എടുക്കാം. root 2 times 2 plus 2. 2 plus 2 എന്താ? 4. അപ്പൊ 4 root 2 എന്ന് കിട്ടിയില്ലേ? സംശയമുള്ളവർക്ക് ഇങ്ങനെയും ചെയ്തു പോകാം. അപ്പൊ എന്താ ഫൈനൽ ആൻസർ എന്താ? 4 plus 4 root 3 plus 4 root 2. ഇനി കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. 4 കോമൺ എടുത്ത് മിച്ചമുള്ള എങ്ങനെ വരും? 4 into 1 plus root 3 plus root 2. അത്രയും സെന്റിമീറ്റർ ആയിരിക്കും പെരിമീറ്റർ. ഇത്രയും സിംപ്ലിഫിക്കേഷൻ എഴുതിയില്ലെങ്കിൽ അതിന് മുമ്പത്തെ സ്റ്റെപ്പ് എഴുതിയാലും കറക്റ്റ് തന്നെ. സോ വി ഗോട്ട് ദ പെരിമീറ്റർ. നെക്സ്റ്റ് ഏരിയ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രപ്പീസിയം? നമ്മൾ കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് എന്ന ചാപ്റ്ററിൽ. ഓർക്കുന്നുണ്ടോ? Yes. Half the sum of parallel sides into height. അല്ലേ? ആദ്യം പറഞ്ഞേ, സം ഓഫ് പാരലൽ സൈഡ്സ് എത്രയാ? കറക്റ്റാ. മേളത്തെ 2 root 3, താഴത്തെ 2 plus 2 root 3 plus 2. അല്ലെങ്കിൽ ഇതേ ഈ പാരലൽ സൈഡ്സ് ഓഫ് ട്രപ്പീസിയം ടോപ്പ് സൈഡും ബോട്ടം സൈഡും കൂടെ കൂട്ടിയാൽ പോരെ? ഈ രണ്ടെണ്ണം. ടോപ്പ് സൈഡ് 2 root 3, ബോട്ടം സൈഡ് എന്ന് പറയുമ്പോൾ plus 4 plus 2 root 3. സോ എന്ത് കിട്ടും? 4ന് മാറ്റമൊന്നുമില്ല. 2 root 3 plus 2 root 3 is 4 root 3. So we got 4 plus 4 root 3. The sum of parallel sides കിട്ടി. Half the sum of parallel sides പറയുമ്പോൾ എന്താ? half into 4 plus 4 root 3. അപ്പോൾ ഹാഫിനകത്തോട്ട് കയറ്റിക്കേ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്നാ കിട്ടും? half into 4 plus half into 4 plus half into 4 root 3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ 2ഉം 4ഉം കൂടെ കട്ട് ചെയ്ത് 2 വന്നു. ഇവിടുത്തെ 2ഉം 4ഉം കട്ട് ചെയ്ത് 2 വന്നു. അങ്ങനെയാണ് ഇവിടെ നമുക്ക് 2 root 3 വന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ദെൻ അത് കിട്ടി. ഹാഫ് ദ സം ഓഫ് പാരലൽ സൈഡ്സ്. വാട്ട് അബൌട്ട് ദ ഹൈറ്റ്? ഹൈറ്റ് ഈസ് 2 centimeter. ഇത് ക്ലിയർ ആണ്. സോ നമുക്ക് എല്ലാം ആയല്ലേ? അപ്പം പിന്നെ ഏരിയ ഓഫ് ട്രപ്പീസിയം നേരെ കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 2 plus 2 root 3 into 2. On opening the bracket, what will you get? 2 times 2 plus 2 root 3 times 2. That is 2 into 2 4 plus 2 root 3 into 2 is 4 root 3. Again, നമുക്ക് ഇവിടെ 4 കോമൺ എടുത്താൽ മിച്ചം എന്നാ വരും? 1 plus root 3 എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഏരിയ ഓഫ് ട്രപ്പീസിയം. So we got the perimeter of trapezium as 4 times 1 plus root 3 plus root 2 centimeter and area of trapezium as 4 times 1 plus root 3 centimeter square. So this is the final answer. And this is the homework question for you. All of you write it down and do it by yourself. In this class, we have discussed 3 problems and the last 2 were too lengthy. So practice that 2 problems very thoroughly. And I have given some homework questions. Do that also. So you get a good understanding of the concept. And let's meet in the next class. Thank you and have a nice day.